റേഷൻ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ റേഷൻ കടയ്ക്ക് മുൻപിൽ ഭിന്നശേഷിക്കാരുടെ ധർണ. കോഴിക്കോട് ചെട്ടിക്കുളത്തെ റേഷൻ കടയ്ക്ക് മുൻപിലാണ് റേഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം. 50% ഭിന്നശേഷിയും മികച്ചൊരു തൊഴിലുമില്ലാതെ ജീവിക്കാൻ നന്നേ പാടുപെടുന്ന ഭിന്നശേഷിക്കാരുടെ ഏക ആശ്രയമായിരുന്നു റേഷൻ. സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്തായതോടെ 2 മാസമായി ഇവർ പട്ടിണിയിലാണ്. ഇതേ തുടർന്നാണ് ചെട്ടിക്കുളത്തെ റേഷൻ കടയ്ക്ക് മുമ്പിൽ ധർണ നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മത്സ്യത്തൊഴിലാളികളും ലോട്ടറി കച്ചവടവും ഒക്കെ ഉപജീവനമാക്കിയ ഇവരെങ്ങനെ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്തുപോയെന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. അരി കട്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം പറയുന്നത് 64 വയസ്സുള്ള എനിക്ക് സർക്കാർ ജോലി ലഭിച്ചു എന്നാണ് ആ ലിസ്റ്റ് പറയുന്നത്. 60 വയസ്സുള്ള ഭാര്യയ്ക്കും സർക്കാർ ജോലിയുണ്ട്. മൂത്ത മരുമകൾക്ക് ക്ലർക്കാണ്. ഇതൊന്നും സംഭവിക്കാത്തൊരു കാര്യമാണ്. ജോലിയാണെങ്കിൽ ജോലി എവിടെയെന്ന് പറഞ്ഞാൽ അവിടെ പോയി ജോലി എടുക്കാൻ ഞാൻ തയ്യാറാണ്, ഇത്ര വൈകല്യം ഉണ്ടെങ്കിലും. 2012 സർക്കാർ ഉത്തരവനുസരിച്ച് മാനസികമായോ ശാരീരികമായോ വെല്ലുവിളി നേരിടുന്നവരെ BPL പട്ടികയിൽപ്പെടുത്തി റേഷൻ നൽകണമെന്നാണ് ചട്ടം. എന്നാൽ സംസ്ഥാനത്തെ 70% ഭിന്നശേഷിക്കാരും മുൻഗണനാ പട്ടികയ്ക്ക് പുറത്താണെന്ന് സംസ്ഥാന ഭിന്നശേഷി അസോസിയേഷനും പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.